ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ബ്ലൗസ് ഡിസൈനിങ് തന്നെയാണ്. കഴിഞ്ഞ തവണ ഞാനൊരു ബ്ലൗസ് ഡിസൈൻ ചെയ്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത ഒരു ബ്ലൗസിൻ്റെ ഹാൻഡിലൊക്കെ എങ്ങനെയാണ് നമ്മൾ വർക്ക് ഈസി ആയിട്ട് പിടിപ്പിക്കുന്നതെന്നുള്ളത് കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷനും ഡിസൈനിങ്ങുമാണ് ഞാനിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലൗസ്. ഇത് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ്. വീഡിയോയിൽ ഒറിജിനൽ കളറില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതുപോലൊരു പില്ലോ ആണ് വേണ്ടത്. നമ്മുടെ സോഫയുടെ പില്ലോ ആണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മേലെ വെച്ച് തുന്നാൻ ഈസി ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത്. അപ്പോൾ ഇത് അതിൽ തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഷുഗർ ബീഡ്സ് ആണ് കേട്ടോ. ഈ ചെറിയ സൈസ് ബീഡിന് പറയുന്ന പേര് ഷുഗർ ബീഡ് എന്നാണ് കേട്ടോ. ഷുഗർ പോലെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കണം അങ്ങനെ ഒരു പേര് വന്നത്. അടുത്തത് ഈയൊരു ബീഡാണ്. ഇതൊരു ചെറിയ സൈസ് ബീഡാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. നമുക്കിത് കടയിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ത്രെഡ് ഹൗസിൽ അവിടെയൊക്കെ നമുക്കിത് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇതുപോലൊരു 0 സൈസാണ് കേട്ടോ ഈ സൂചി. ഒരു സൂചി എടുത്തിട്ടുണ്ട്, ഒരു നൂലും അതുപോലെ ഒരു കത്രിക. പിന്നെ നമ്മൾ ഇതുപോലൊരു പിന്ന് കൂടെ എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കുത്തി വെക്കാൻ വേണ്ടി, നല്ല ടൈറ്റൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടോ ക്ലോത്തൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ തന്നെ എന്താ പറയുക, നമുക്ക് പുറത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഡിസൈനിങ്ങിനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എന്താ പറയുക, വെറും 20 രൂപ ചിലവിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വളരെ ചെറിയ കോസ്റ്റ് മാത്രമേ നമുക്ക് ഈ ഒരു ബ്ലൗസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളൂ. നമ്മളിപ്പോൾ 1000-500 കൊടുത്ത് ചിലവാക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വളരെ ചെറിയ കോസ്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാനിത് ഒറ്റ തണ്ടിൽ നൂല് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചായയൊക്കെ കുടിച്ചുകൊണ്ടാണ് ബ്ലൗസ് തുന്നുന്നത് കേട്ടോ. അതെൻ്റെ ഒരു ശീലമാണ്. എന്തെങ്കിലും ഇതുപോലെയൊക്കെ ചെയ്യുമ്പം ഒന്നുകിൽ ചായ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി എടുത്ത് വെക്കുക എന്നുള്ളത്. ചായ കുടിക്കുന്നത് അത്ര നല്ല ശീലമല്ല എന്നൊക്കെ അറിയാം, എങ്കിലും അതൊരു ശീലമായി പോയി കേട്ടോ. അപ്പോൾ നമ്മളിനി ഡിസൈനിങ്ങിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത്, എനിക്കിപ്പം വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിങ് ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇതിൽ. അപ്പോൾ ഞാനിതാ നേരത്തെ ആ പിന്നെടുത്ത് വെച്ചിട്ടുണ്ട്, അതെവിടെ ഒരു ഭാഗത്ത് തറപ്പിച്ച് വെച്ചു കേട്ടോ. ഇനി നമ്മൾ സൂചി നൂലെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കയ്യിൽ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് ഉള്ളിൽ നിന്ന് പുറത്തോട്ടേക്ക് സൂചി എടുക്കുന്നുണ്ട്. നമുക്ക് ആ കെട്ട് വെച്ച് നൂല് അടിവശം വരാൻ വേണ്ടിയിട്ടാണല്ലോ ഉള്ളിലോട്ട് എടുത്ത് തുന്നുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഷുഗർ ബീഡാണ് തുന്നാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അതായത് നമ്മളിതിൻ്റെ കോഴ്സോ കാര്യങ്ങളോ ഒന്നും എടുക്കേണ്ടതില്ല. എന്താ പറയുക, ഞാനൊന്നും അതിൻ്റെ കോഴ്സൊന്നും പഠിച്ചിട്ടില്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. അത് ഫസ്റ്റ് തന്നെ ഇതുപോലെ നമ്മൾ സൂചീൻ്റെ മേലെ ഒന്ന് കോർത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ബീഡ് നമ്മളിതുപോലെ കോർത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു കുറച്ച് ക്ഷമയുടെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക്. എന്നിട്ട് ഇതുപോലെ പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ തുന്നിക്കൊടുക്കുന്നത്. നമ്മൾ ഉള്ളിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ പുറത്തോട്ട് എടുത്ത് നൂല് ഉള്ളിലേക്ക് വലിച്ചെടുക്കുകയാണെങ്കിൽ കുറേ പണിയുണ്ട്. ഭയങ്കര ഇതായിരിക്കും തുന്നിയെടുക്കാനായിട്ട്, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ നമ്മൾ പുറത്ത് തന്നെ വെച്ച് തുന്നുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തുന്നാൻ വേണ്ടി പറ്റും. അതായത് ഈ ത്രെഡ് നമ്മൾ അകത്തേക്ക് വരത്തില്ല, ഈ പുറത്തൂടെ മാത്രം നമ്മളിങ്ങനെ കണ്ടില്ലേ. ഇതുപോലെ തുന്നുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ. ഇതുപോലെ തുന്നുമ്പോൾ നമുക്ക് പുറത്ത് മാത്രമേ സ്റ്റിച്ച് വരുന്നുള്ളൂ, അകത്തേക്ക് വരത്തില്ല കേട്ടോ. ഇത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സ്ലോയിൽ തുന്നുന്നത്. വളരെ സ്പീഡായിട്ട് നമ്മൾ ചെയ്ത് ശീലിക്കുമ്പോൾ ചെയ്തോളൂ കേട്ടോ. കണ്ടില്ലേ, എനിക്കിത് മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുന്നു. കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പം എന്താ പറയുക, ഒന്നുകൂടെ ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞു തരുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽഡായിട്ട് ഞാനൊന്ന് പറഞ്ഞു തരുന്നത്. പിന്നെ എല്ലാവരും ഒരു കാര്യം, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നമ്മൾ ഇത് മാത്രമല്ല, വെഡ്ഡിങ് ബ്ലൗസൊക്കെ ഡിസൈൻ ചെയ്യുന്നതായിരിക്കും. ഹെവി വെഡ്ഡിങ് ബ്ലൗസൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നതാണ്. ഇതിപ്പം ഇതെൻ്റെ ബ്ലൗസാണ്. ഇത് ഞാൻ ഒരു കല്യാണമുണ്ട്, അതിന് വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ഡിസൈൻ ചെയ്യാൻ കരുതിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും തുന്നിയെടുത്തിട്ടുണ്ട്. ഉണ്ട്, ഞാനിപ്പോൾ കാണിക്കുന്നത് അടിയിൽ സ്റ്റിച്ച് വന്നിട്ടില്ല. ഫസ്റ്റ് നമ്മൾ തുന്നിയെടുത്ത ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഉണ്ട്, ഇത്രയും കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് തുന്നുന്നത് നിങ്ങളെ കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമ ബോറായിരിക്കും. അതുകൊണ്ട് ഞാനിത് കുറേയധികം തുന്നിയതിന് ശേഷമാണ് പിന്നെ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് സ്റ്റിച്ചിന് ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാം തുന്നിക്കഴിഞ്ഞതിന് ശേഷം ഉള്ളിലേക്ക് ഇതുപോലെ വലിച്ചെടുത്ത് ഫസ്റ്റത്തെ ആയതിട്ട പോലെ നമ്മൾ ലാസ്റ്റും
ഇവിടെ പുറത്ത് ഇവിടെ ഉള്ളിൽ വെച്ച് ഒന്നിവിടെ കെട്ടിക്കൊടുക്കുക കേട്ടോ. കെട്ടുമ്പോൾ നല്ല ടൈറ്റായിട്ട് വലിച്ചു കെട്ടുക, അല്ലെങ്കിൽ അത് ലൂസായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് പേര് വേറെ ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, മറ്റേ ഒരു നീഡിൽ വെച്ചിട്ട് തുന്നുന്നത്. അത് ഞാനിതുവരെ അതിനെക്കൊണ്ട് ട്രൈ ചെയ്തില്ല. അഥവാ ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അതിൻ്റെ കയ്യിൽ ആ നീഡിലുണ്ട്, പക്ഷെ അതിൻ്റെ ഫ്രെയിം മേടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഒരു പോർഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു ലൈൻ ഫുള്ള് ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹാൻഡിൻ്റെ എൻഡിലാണ് ഡിസൈൻ ചെയ്യേണ്ടത്. നല്ലൊരു കളറാണ് കേട്ടോ. അത് വീഡിയോയിൽ ഇത് കറക്റ്റായി കളർ മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മൾ എടുക്കുമ്പം ഈ ഒരു അടിവില്ലേ, എക്സ്ട്രാ വരുന്ന ആ അടിവിൻ്റെ പുറത്തേക്ക് അതും കൂടെ നമ്മൾ കൂട്ടിപ്പിടിച്ച് തുന്നാൻ വേണ്ടി പാടില്ല. പിന്നെ നമ്മൾ ഇതുപോലെ അറ്റത്തൊക്കെ തുന്നിയെടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഫസ്റ്റ് തന്നെ അതിൻ്റെ കുറച്ച് അങ്ങോട്ടേക്ക് ആ കെട്ട് വരുന്ന വിധത്തിൽ അതൊന്ന് തുന്നിയെടുത്തതിന് ശേഷം ഇത് കുറച്ച് അടുപ്പിച്ച് ഇങ്ങോട്ടേക്ക് എടുത്താൽ മതി കേട്ടോ. ഇല്ലെങ്കിൽ എന്താ പറയുക, ആ കെട്ട് പുറത്തേക്ക് തള്ളി നിൽക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് അത് തുന്നിയതിന് ശേഷമാണ് ഇത് സൂചി പിന്നെ പുറത്തേക്ക് എടുക്കുന്നത്. എനിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായി എന്ന് കരുതുന്നു. എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം കേട്ടോ. അതായത് ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് എത്രത്തോളം മനസ്സിലാകും എന്നുള്ളത് എനിക്കറിയത്തില്ല. അതിൽ ഇത്തിരി വീക്കാണ് ഞാൻ. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ഇതിലാണ് ചെയ്തെടുക്കുക. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു എൻഡിലായതുകൊണ്ട് പിന്നെ എന്താ പറയുക, നല്ല ഒരേ ഇതിൽ തന്നെ ചെയ്തെടുക്കുക. ഇവിടെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കണ്ടില്ല, ഇത് ഈ ഒരു എൻഡിൽ തന്നെ കറക്റ്റായിട്ട് തുന്നിയില്ലെങ്കിൽ അതിൻ്റെ ഭംഗി ഉണ്ടാകത്തില്ല. അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ട് തുന്നിയെടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒരു ഇത് കുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഹാൻഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലാസ്റ്റിലുള്ള ആ ഒരു തുന്നുന്നത് നമ്മൾ ഇതും കുറച്ച് ഇങ്ങോട്ടേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് ആ എൻഡിൽ തുന്നി കൊടുക്കാതെ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് തുന്നി കൊടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ആ കെട്ട് ചിലപ്പോൾ ലൂസാവുന്നവർ അത് ചിലപ്പോൾ നമ്മൾ പുറത്തേക്ക് തള്ളി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് മാത്രം കെട്ടിക്കൊടുക്കുക എന്ന് പറയുന്നത്. അത് നമ്മൾ കുറച്ച് ഇപ്പുറത്തേക്ക് തുന്നിയെടുത്തിട്ട് അവിടെ കെട്ടി വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു ഭാഗം ഈ 2 ലൈൻ ഇട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ നെറ്റ് വരുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു ഡിസൈൻ കൊടുക്കാൻ പോകുന്നത്. അതായത് നമ്മളെ സൂചി നമ്മൾ ഫസ്റ്റ് തന്നെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നൂലിൻ്റെ എൻഡിലുണ്ടല്ലോ നമ്മൾ കെട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ആ കെട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നെറ്റിനുള്ളുന്നത് നല്ല നീറ്റായിട്ട് നല്ല പുറത്തേക്ക് കാണാൻ വേണ്ടി ചാൻസ് ഉണ്ട്. കണ്ടില്ല, ഇതിൻ്റെ എൻഡിലാണ് കെട്ടിട്ടിട്ടില്ല. തുന്നിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ തുന്നിയ ഭാഗത്താകുമ്പം ആ കെട്ട് അങ്ങനെ മനസ്സിലാകത്തില്ല. അപ്പോൾ ഞാൻ 2 ബീഡ്സ് ഇവിടെ കോർത്തെടുത്തിട്ടുണ്ട്. എന്നിട്ടത് തിരിച്ച് ഉള്ളിലെ വശത്തേക്ക് ഒന്ന് സൂചി വലിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒന്നുകൂടെ പുറത്തേക്ക് എടുക്കുന്നുണ്ട്. പുറത്തേക്ക് എടുത്തതിന് ഇതാണ്ട് ഇതിപ്പോൾ ഇങ്ങനെ കിട്ടിയല്ല. ഇനി ഇത് ഒന്നുകൂടെ അതിൻ്റെ മേൽവശത്ത് വരുന്ന വിധത്തിൽ ഒരു ചെറിയ ഡിസൈനാണ് കേട്ടോ. മേൽവശത്ത് ഇവിടെ വരുന്ന വിധത്തിൽ ഒന്നുകൂടെ തുന്നിയെടുക്കാം കേട്ടോ. നെറ്റായതുകൊണ്ട് സൂചി കറക്റ്റായിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവില്ല കേട്ടോ. ഈ ചെറിയ ഡിസൈന് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുമെങ്കിൽ നമുക്ക് ചെയ്തു വരുമ്പോൾ അത് ഈസി ആയിരിക്കും, വളരെ പെട്ടെന്നായിട്ട് കഴിയും. ഇപ്പോൾ ഒരെണ്ണം നമുക്ക് ഇതിൻ്റെ മേലെ കണ്ട ഈ ഒരു 3 എണ്ണം ഇങ്ങനെ വരുന്ന വിധത്തിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് പോലെ ആക്കി എടുക്കുകയാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഇനി അതുണ്ട്, ഇത് പുറത്തേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ഇങ്ങനെയാണ് കെട്ടിക്കൊടുക്കേണ്ടത്. അല്ലാണ്ട് അതിൻ്റെ എൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ കെട്ട് നമ്മൾ നെറ്റായതുകൊണ്ട് നല്ല രീതിക്ക് പുറത്തേക്ക് കാണും. ഇതിങ്ങനെ കെട്ടുമ്പോൾ അങ്ങനെ കുഴപ്പമുണ്ടാകത്തില്ല. അപ്പോൾ ആ നെറ്റ് വരുന്ന ഭാഗത്ത് ഞാനത് 2-3 എണ്ണം തുന്നിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 2-3 സെറ്റായിട്ട് അങ്ങനെ 3 ഭാഗത്ത് തുന്നിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എൻഡിൽ ആണ് വർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. തുന്നുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ആ ഒരു എക്സ്ട്രാ വരുന്ന ആ ഒരു എന്താ പറയുക ക്ലോത്ത് ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പാടില്ല. പിന്നെ നമുക്കത് ഇടാൻ വേണ്ടി പറ്റത്തില്ല കേട്ടോ. അതിൻ്റെ കൂടെ ജോയിൻ ആയിക്കഴിഞ്ഞാൽ അത് നമ്മളെപ്പോഴും ഇളകിയും വെച്ചതിന് ശേഷം മാത്രം തുന്നാം.
ഇത്രയും ഗ്യാപ്പ് വെച്ചിട്ടാണ് ഞാൻ അടുത്ത സൂചി എടുക്കുന്നത് പുറത്തേക്ക്. ഇനി നമ്മൾ നേരത്തെ കാണിച്ച ചെറിയൊരു ബീഡ് ഉണ്ടല്ലോ, അതാണ് പുറത്തെടുക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ചെറുതാണ്. ചെറുതായിട്ടുള്ള ഈ ബീഡ് എന്താ പറയുക, നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് കാണുമ്പോൾ നല്ല ക്യൂട്ടായിട്ടിരിക്കും കേട്ടോ. വലിയ വർക്കൊക്കെ വെച്ച് ഡിസൈൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് ചെറിയ ചെറിയ വർക്ക് വെച്ച് നമ്മൾ ചെറിയ ചെറിയ ബീഡ് വെച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്. അതാകുമ്പോൾ നല്ല ക്യൂട്ട് ലുക്ക് തരും. എനിക്കങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നുള്ളതെന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇനി നമ്മളിത് ഞാൻ മുൻപ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ. അതുപോലെ തന്നെ നമ്മൾ സെയിം രീതിയിൽ തുന്നിയെടുക്കുകയാണ്. ഇപ്പോൾ ഒരു 5 ഒരു 8 ആ ഒരു ഇതിൽ കല്ല നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊന്ന് അവിടെ ലോക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ 4 വശത്തും ഓരോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് അവിടെ ലോക്ക് ചെയ്തെടുത്ത്, അപ്പോൾ അങ്ങനെ നമ്മളിത് ഫുള്ളായിട്ട് ഈ ഒരു ലൈന് തുന്നിയെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇത് ഫുള്ളായിട്ട് ചെയ്യുന്നതോടെ നമ്മളെ ഡിസൈനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഞാൻ നെക്കിലും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ വ്യൂ ഞാനിപ്പോൾ കാണിക്കാം. ഫുള്ളായിട്ട് ചെയ്യുന്നതൊന്നും കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ കാണിച്ചിട്ടില്ല കേട്ടോ. കണ്ടില്ലേ, നെക്കിലും ഹാൻഡിലും ഒരുപോലത്തെ ആ ഒരു ഡിസൈൻ വരുമ്പോൾ നല്ല അട്രാക്ഷൻ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു ഡിസൈനാണ് ഇത്. അതുകൊണ്ട് ഞാനിത് എൻ്റെ ബ്ലൗസ് ചെയ്യാമെന്ന് കരുതി. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പുറത്തൊക്കെ കൊടുത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് നമ്മളെ കയ്യിൽ നിന്ന് പൈസ പൊടിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ തന്നെ വീട്ടിലിരുന്നുകൊണ്ട് വളരെ ചെറിയ റേറ്റിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നതല്ലേ നല്ലത്. പിന്നെ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ കോഴ്സ് വല്ലതും കഴിഞ്ഞിട്ടുണ്ട്, ഇതെങ്ങനെയാണ് ഇങ്ങനെ തുന്നിയെടുക്കുന്നത് നീറ്റായിട്ടെന്നൊക്കെ. ഞാനിതിൻ്റെ കോഴ്സ് ഒന്നും പഠിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്കിതിൻ്റെ ഫുൾ വ്യൂ ഒന്ന് കാണിക്കാം കേട്ടോ ഞാൻ. അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഒരു വിയർ ചെയ്ത് കഴിഞ്ഞാലുള്ളൊരു ലുക്കാണിത്. അപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ആയതുകൊണ്ടാണ് ഞാനിത് എൻ്റെ ബ്ലൗസിൽ ചെയ്തത്. അപ്പോൾ നമ്മളിതൊരു കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളതൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കമൻറ്റ്സ് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് ഒന്ന് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.